ഇപ്പൊ ഷോ കഴിഞ്ഞിണ്ടാവില്ലേ? പിന്നെ എന്താന്ന് അറിയണമെങ്കിൽ അയാളൊന്ന് താഴോട്ടിറങ്ങി വരണം. ഒരാൾ ഇറുക്കുമാരി കാട്ടിൽ കാട്ടവതാരം എന്ന് വേണം പറയാം. അത്രയ്ക്ക് മോശം പടം. ഞാൻ പറയും മൊത്തത്തിൽ നമ്മുടെ ഒരു ബഹളം, മറ്റേ രവി ബ്രസൂർ അണ്ണന്റെ ടിപ്പിക്കൽ ബഹളത്തിൽ കുറെ ഫൈറ്റ് സീക്വൻസസ് ഉണ്ട്. ഒന്നും പറയാനില്ല, ഒന്നുമില്ല പടത്തില്. വളരെ ഫ്ലാറ്റ് സ്ക്രീൻ പ്ലേയും വീക്ക് സ്ക്രിപ്റ്റും. തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കടാ. മാർക്കോ പടത്തിനകത്ത് ഉണ്ണിമൂന്തൻ ചെയ്തൊരു എഫേർട്ടാണ് അയാളുടെ ബോഡി, അയാളുടെ സ്വാഗും ഓറയൊക്കെ കാണിക്കാൻ ഒരു ഐറ്റം. അപ്പൊ അതിനൊരു തീരുമാനമായി. ഹനാൻഷാക്കെ കൊണ്ടുവന്ന് ഡമ്മിയെ കൊല്ലം നിർത്തിയിരിക്കുന്നു. എന്തായാലും നേരിടുക തന്നെ. പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ടോർച്ചറിംഗ് ലെവലിലോട്ട് പോയോ? ടോർച്ചർ 2 മണിക്കൂറേ ഉള്ളൂ. പക്ഷേ 2 മണിക്കൂറും ടോർച്ചർ ആയിരുന്നു. സെക്കൻഡ് ഹാഫ് ഒക്കെ വെറും വേസ്റ്റ് ആക്കി ഒരുമാതിരി എന്തിനോ വേണ്ടി എടുത്ത് കളഞ്ഞ്. അങ്ങനെ ഒരു പടം ആനക്കൊമ്പും ബഹളവും ഒരു സിനിമ. അവിടെ ഒരു രക്ഷയില്ല. ആളുകൾ വെറുപ്പിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ഒരു ഐഡിയയും കിട്ടിയില്ല എന്തൊക്കെ പടത്തിൽ നടക്കണമെന്ന് പറഞ്ഞിട്ട് വെറുതെ കുറെ ചവറ് പോലെ കുറെ ആക്ഷൻ. സുനിലൊക്കെ വെറും വേസ്റ്റ്. വളരെ ഭയങ്കര ഡിസപ്പോയിന്റ് ആയിരുന്നു. ഒന്നുമില്ല പടത്തില്. സാധാ ഒരു ആക്ഷൻ പടം അത്രേ ഉള്ളൂ. അല്ല വലിയ മാർക്കൊന്നും മുകളിൽ നിൽക്കാറൊന്നും. നമ്മള് മാർക്കോ പ്രതീക്ഷിച്ചൊന്നും വരല്ലേ. ചുമ്മാ ആർക്കാനും വേണ്ടി ഓർക്കാനിച്ച് വിട്ട പോലെ ഉണ്ട്. എതുക്കിടാ ഇങ്ങ വന്ന ഏണ്ടാ എന്നെ ടെൻഷൻ പண்ற എങ്ക பார்த்தாலும் നീ ആ യൂണിവേഴ്സ് ക്യാമിയോ ഹൈപ്പ് ഒന്നുമില്ല. ക്യാമിയോ ഒക്കെ ഊക്കി കിട്ടാൻ ചാൻസ് കൂടെ ഇല്ലേ OTT ഇറങ്ങുമ്പോഴത്തേക്ക്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഞാൻ നാട് വിട്ടാലോ എന്ന് ആലോചിക്കുക. ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ നാട് വിടാൻ തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ നീ ഒരു ടൂറിലായിരിക്കും. ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. ഫൈറ്റിന് നമുക്ക് ഒന്നും ഫീൽ ആണല്ലോ. 2 മണിക്കൂർ പടേ ഉള്ളൂ. ഒന്നുമേ ഫീൽ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ സിനിമ കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് തലവേനിക്കും കേട്ടോ. അതുകൊണ്ട് ഒരാൾ 2-3 പേര് നല്ല അമൃതാഞ്ജനോ അതൊക്കെ കൊണ്ടുപോകണം, നല്ലതായിരിക്കും. നമുക്ക് പോവാം. അങ്ങനെ ആദ്യം കഴിഞ്ഞു.